അപ്പോൾ ഗായ്സ് ഇന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയ 8ൻ്റെ പണിയാണ്. അവൾ പ്രഗ്നൻ്റായി ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവൾ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുളിച്ച് മാറ്റി അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അവൾ കുറച്ച് പൗഡർ ഇട്ടു. ആ പൗഡർ ബാക്കി വരുന്ന പൗഡർ എന്ത് ചെയ്തു, ഇവൾ നൈറ്റിയിൽ തുടച്ചു. ആ തുടച്ചതിൻ്റെ പേരിൽ കണ്ടു നിന്ന ആൾ പറഞ്ഞ് ഓക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട്, ഓൾ വയറ്റിലുള്ള കുട്ടിക്കാണ് പൗഡർ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതങ്ങനെ കഥ ഇങ്ങനെ വലിയ കഥ വലിച്ചു നീട്ടി ഉണ്ടാക്കി പെണ്ണിനെ ശരിക്കും ഉണ്ട്, നമ്മൾ ആരോടും പറയായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സീനാക്കി. പക്ഷേ ഓനിക്കറിയാം ഓക്ക് വട്ടില്ല എന്ന്. അതുകൊണ്ട് ഓളും കുഞ്ഞും ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത് പ്രത്യേകം പറയാൻ വെച്ചാൽ ഇത് ശരിക്കും കഴിവ് നമ്മളെ ലേഡീസിനാണ്. നമ്മൾ പെണ്ണുങ്ങളാണ് പുയിപ്പ് ജാസ്തി ഉണ്ടാക്കുക, നാട്ടിച്ച് ഒരു എന്താ പറയുക പണ്ടാരടക്കുക എന്ന് പറയുന്നില്ലേ, ഒരു ഏറ്റവും ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിക്കാത്തത് അത്രയും വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ സെൻറ്റൻസൊക്കെ ചേർക്കാനുള്ള മിടുക്ക് നമ്മളെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഒരു കേസ് വെച്ചാൽ ചെറിയ പെണ്ണാണ്, കുറച്ച് ദൂരത്ത് നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. ആ പെണ്ണിനെ ഇപ്പം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നത് പെണ്ണിന് മാനസികം, രണ്ടാമത്തെ മാനസികം ഞാൻ കേട്ട്. ആ പെണ്ണിന് ഒരു മാനസികവും ഇല്ല. പെണ്ണിൻ്റെ വീട്ടിൽ മാനസികമുണ്ടോ എനിക്കറിയില്ല, അത് ഞാൻ ഇപ്പോൾ പറയാനും പറ്റില്ലല്ലോ. അപ്പം അവർ ജീവിച്ച രീതി പണ്ടുള്ള ആൾക്കാരാണ്. അവർ ജീവിച്ചത് കുറേ ചേഞ്ചാണ്, കുറച്ച് ഏജ് ഉണ്ട് പാരൻസിന്. അപ്പം കുറച്ച് ചേഞ്ച് ആ ഒരു നമ്മൾ ഈ കാലം അതും കൂടി താരതമ്യം ചെയ്തിട്ട് അപ്പോൾ ഇപ്പം കളിച്ചു കൂട്ടുന്നത് പെണ്ണിൻ്റെ ഇഷ്ടങ്ങളും ചെക്കനോട് പറയുന്ന ആവശ്യങ്ങളും ഒക്കെ ഈ പെണ്ണിനെ മാനസികമാക്കി ആകുന്ന ഒരു തോന്നലിൽ പെണ്ണിനെ മാനസികമെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് അതിനെ പാവം ഡിവോഴ്സിലേക്ക് വെച്ചിട്ടുള്ള. പക്ഷെ അതിന് മാനസികമൊന്നുമില്ല, അതെന്താവും എന്നറിയില്ല നമുക്ക്. അപ്പം ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി, ഗുളിക കഴിക്കുന്നില്ല എന്ന് അടുത്ത കഥ ഉണ്ടാക്കി ആ വീട്ടുകാർ. പക്ഷേ മാനസികം ഇല്ലയെന്ന് ഉള്ള ലെവലിലുള്ള പെണ്ണ് എങ്ങനെയാണ് ഗുളിക കഴിക്കുക, എനിക്കൊന്നും തിരിയുന്നില്ല കേട്ടോ ഗൈസ്. കാരണം വെച്ചാൽ പാവം തോന്നുന്നുണ്ട്, അതിസുന്ദരി കുട്ടിയാണ്, എന്താ നടക്കാമെന്നൊന്നും അറിയില്ല. അപ്പം അതിനും ഇതുപോലെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഡിവോഴ്സ് ഒന്നും നടക്കാണ്ട് നിൽക്കട്ടെ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മാനസികം എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ആ ഒറ്റ മോനിലുള്ള ഒരു മോൻ്റെയാൾ കയറിയാൽ അവരെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറയുമ്പം ആ പാരൻറ്റിന് അതൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ ശരിക്കും ഒരു മാനസികം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി അതിനെ ഓട്ടിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ നമ്മളെ ദ്രോഹിക്കുന്നത് പെൺകൂട്ടം തന്നെയാണ്. ശരിക്കും ഒരു സ്ത്രീ ഡിവോഴ്സിൻ്റെ വക്കീലോ അതിൻ്റെ ബാക്കിൽ ഒരു പെണ്ണ് അങ്ങനെ അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ കൈയാണ് അതിൻ്റെ ബാക്കിൽ ഉണ്ടാവുക. ഒരിക്കലും അതിൻ്റെ ബാക്കിൽ ഒരു പുരുഷൻ നിന്നിട്ട് മെനക്കെട്ടിട്ട് ചെയ്യാൻ നിൽക്കില്ല. എല്ലാത്തിലും നമ്മളെ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മളെ സ്ത്രീകൾ തന്നെയാണ്. എന്തിനാ അമ്മ വെയിറ്റിങ്ങൾ നമുക്ക് തന്നെ നടക്കുമ്പോഴാണ്, നമുക്ക് തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ദയവേത് നമ്മളെ മാനസികം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കൽസ് ഒന്നും നടക്കില്ല മക്കളെ. കാരണം പഴയ പോലെയല്ല, ഇപ്പം ശരിക്കും എല്ലാവർക്കും ബുദ്ധിയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മണ്ടത്തരം എടുത്ത് പുറത്തിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് പറ്റിയാലും ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. അത്രയും നിയമങ്ങളുണ്ട്, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഗായ്സ്, ഞാൻ പെൺകുട്ടികളോട് പറയാം, നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സൈ കെട്ടാൽ എങ്ങനെയൊക്കെ വരാൻ പറ്റും അങ്ങനെയൊക്കെ പുറത്തേക്ക് വന്നേക്കുന്നേ പറയുന്നുള്ളൂ. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.